ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂമാഹിയിൽ 13 വയസ്സുകാരിയെ പുഴയിൽ കാണാതായതായി സംശയത്തെ തുടർന്ന് കല്ലായങ്ങാടി ഇ.ജി. വൈഷ്ണവ് ഹോട്ടലിന് സമീപത്തെ താമസക്കാരായ തമിഴ് ദമ്പതികളുടെ മകൾക്കായി മാഹി തലശ്ശേരി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തി. പുഴയോരത്ത് കുട്ടിയുടെ ചെരുപ്പും പുഴയിലേക്ക് ഇറങ്ങിയതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടതാണ് സംശയം ഉണർത്തിയത്. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ അമ്മ വഴക്കു പറഞ്ഞതിൽ മനംനൊന്ത് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. ഏറെ നേരമായിട്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് സമീപത്തെ പറമ്പിൽ കുട്ടിയുടെ ചെരുപ്പും ചെളിയിൽ പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ കാൽപ്പാടും കണ്ടെത്തിയത്. ഉടൻ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. വൈഷ്ണവ് ടീ ഷോപ്പിൻ്റെ ബാക്കിൽ റൂമിൽ താമസിക്കുന്ന കുട്ടിയായിരുന്നു. അമ്മ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവുക. കുട്ടിയുടെ ചെരുപ്പും പുഴയിലേക്ക് ഇറങ്ങിയ അടയാളവും കാണുന്നുണ്ട്. ആ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ തലശ്ശേരി ന്യൂമാഹി പോലീസിനെയും വിവരം അറിയിക്കുകയും അവരൊക്കെ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. അപ്പം രാവിലെ 10:30 ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ പുഴയുടെ സൈഡിലേക്ക് വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. നമ്മുടെ പ്രദേശത്തിന് ഇവിടെ തന്നെ താമസിക്കുന്ന കുട്ടിയാണല്ലോ. ഏറെ വൈകിയും കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 10 വർഷത്തിലേറെയായി ന്യൂമാഹിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇവരുടെ കുടുംബം കൂലിവേല ചെയ്താണ് ജീവിക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ കുട്ടി. 2 സഹോദരങ്ങളുമുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.